ഫുള്ള് പ്രശ്നമായി. വേറൊരു പയ്യുണ്ട്, അവന് ഇതേപോലെ കോപ്പി അടിച്ചു ചിറ്റും കാര്യമൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മള് ഈ എക്സാമിന്റെ സ്ക്രിപ്റ്റ് നൂല് വെച്ചാണ്ട് കെട്ടുമല്ലോ. ആൻസർ ഷീറ്റ് എക്സ്ട്രാ കുറെ എടുക്കുമ്പോ നമ്മൾ നൂല് വെച്ചിട്ടാണല്ലോ അവസാനം കെട്ടും. ഈ മണ്ടന് കെട്ടി ഇപ്പൊ ഉപയോഗിച്ച ചിറ്റും അതിന്റെ കൂട്ടത്തിൽ അറിയാതെ കെട്ടിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ട് മറ്റേ കറക്റ്റ് ഇടേന്റെ ഇടയ്ക്ക് ടീച്ചർക്ക് കിട്ടിയതായിരിക്കാം. എന്നിട്ട് അങ്ങനെ ഇവനെ ഫെയിൽ ആവുക, ഇവനെ വിളിപ്പിക്കുക, അങ്ങനെ എന്തോ ചെയ്താണ്. കോപ്പിയടി കഥകൾ പറയുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിലെ സാഹിർ ഉണ്ടായിരുന്നു. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവൻ ചിറ്റു എന്നിട്ട് ഫുള്ള് കോപ്പി അടിച്ചതിന് ശേഷം ഇവൻ എന്റെ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു എന്ന് അറിഞ്ഞ ശേഷം ഇവര് എണീറ്റ് നിന്നിട്ട് മാം എന്റെ ഡെസ്ക് നിങ്ങക്ക് കുറെ ചിറ്റ്സ് കിട്ടി കൊടുത്തു. അങ്ങനെ അവനെ പിടിച്ചു കൊണ്ടുപോയി. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങള് CBSE-കാർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു Everyone, welcome to the most underrated podcast in Malayalam, After Hours Malayalis. നമ്മൾ എല്ലാവരും കോപ്പി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് കോപ്പി അടി സ്റ്റോറീസ് ആണ് ഇതിൽ പറയുന്നത്. ഇത് ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച എപ്പിസോഡ്സിലെ ഒന്നാണിത്. സോ നിങ്ങൾ കേട്ട് നോക്കി, എന്തായാലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്റ്റോറീസ് ഉണ്ടാവും. സെമീർ അവന്റെ പേഴ്സണലി കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട 2 കഥകൾ പറയുന്നുണ്ട്. കോപ്പി അടിയിൽ കുലപതിയായ സെമീറിന്റെ സ്റ്റോറീസ് പറയാൻ സൗദി ഹേ ഗായ്സ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള 2 ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സയ മൂവ് ഔട്ട് ആയതിനു ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഞാൻ മൂവ് ഔട്ട് ചെയ്തില്ല, ഞാൻ മൂവ് ഔട്ട് ചെയ്യല്ലോ. ക്രോണോളജിക്കലി ഇപ്പം ഈ എപ്പിസോഡ് എത്തുമ്പോൾ മൂവ് ഔട്ട് ചെയ്യും. അതെ, നിങ്ങൾ കാണുമ്പോ മൂവ് ഔട്ട് ചെയ്തു, പക്ഷെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മൂവ് ഔട്ട് ചെയ്തിട്ടില്ല. എന്തൊരു ആണല്ലേ. സോ ഈ എപ്പിസോഡില് ഞങ്ങള് കുറെ അധികം കോപ്പിയടി സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ കാനഡയില് കോപ്പിയടി എന്ന് വെച്ചാല് നമ്മളെ നാട്ടിലെ മാത്രമല്ല, ഭയങ്കര ഒരു ബിഗ് തിങ്ങാ. ഒരു ക്രിമിനൽ ഒഫൻസ്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ എന്തോ ഒരു സാധനം കിട്ടുമല്ലോ, പിങ്ക് സ്ലിപ്പ് അല്ല, അതിന്റെ ഒരു അക്കാഡമിക് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇതിനെ ടേം ചെയ്യുക. അതായത് ഒരു കോപ്പി അടിച്ചത് പിടിച്ചാല് നമ്മൾ കോഴ്സിൽ വരെ അങ്ങോട്ട് എഴുതിയിട്ട് നമ്മൾ ഫെയില്, D-bar അങ്ങനത്തെ നാട്ടിൽ ഈ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ നാട്ടിൽ പിടിച്ചാലും പ്രൊഫസേഴ്സൊക്കെ ഇവരുടെ ഒരു ഭാവി എന്തൊക്കെ ആലോചിച്ചിട്ടാണ്. എത്രങ്ങാനും കഥകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങളെ കോളേജിലെ അവസാന ദിവസത്തെ എക്സാം എത്തി. അങ്ങനെ അവസാന ദിവസം കോളേജിൽ എന്ന് പറഞ്ഞാൽ അവിടെ കാനഡയിലെ കോളേജിൽ, അതെ, കാനഡയിലെ കോളേജിൽ എക്സാം എത്തി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, എൻ്റെ കോഴ്സ് കഴിയാണ്, എക്സാമാണ്, അതും ഓപ്പൺ ബുക്ക് എക്സാം. ഓപ്പൺ ബുക്ക് എക്സാം പറഞ്ഞാൽ കോഴ്സിൽ പഠിപ്പിച്ച എല്ലാ മെറ്റീരിയല്, അതേപോലെ ഓൺലൈൻ ബുക്ക് ഉണ്ട്, അത് ഗൂഗിള് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്ത് മണ്ടനാ. അല്ല, അതല്ല, ഇവനെന്തിനാ ഇതൊക്കെ പോഡ്കാസ്റ്റ് പറയുന്നതെന്നൊക്കെ വിചാരിക്കും. അതെ, പോഡ്കാസ്റ്റ് പറഞ്ഞ നിന്റെ കാര്യങ്ങളൊക്കെ നീ നാട്ടുകാരിലേക്ക് വിളമ്പി കൊടുക്കല്ലേ. എന്റെ അമ്മ കോപ്പി അടിക്കണ പറഞ്ഞാ അന്തമാതിരി എന്താ പറയാ, ഇവനങ്ങ് മാറ്റി, ഇവനുള്ളൊരു കമ്പനി ഇനി വേണ്ട. അങ്ങനെ പറയാൻ മാത്രമുള്ള വലിയ പ്രശ്നമൊന്നല്ല. എനിക്ക് കോപ്പിയടി വലിയൊരു തെറ്റായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അതെ, കോപ്പിയടി പറഞ്ഞ എല്ലാരും ലൈഫിലും ഒരു പ്രാവശ്യെങ്കിലും മേ ബി ചെയ്തിട്ടുണ്ടാവാം. ഡിപ്പെൻസ്. ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം, മിനിമം ഒരു പ്രാവശ്യം. കാരണം ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാല്, ഇത് ആൾക്കാര് ലീല ടീച്ചറിനെ എന്താ കോപ്പിയടി പ്രൊമോട്ട് ചെയ്യുന്നു പറയരുത്. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മൾ പരീക്ഷ എഴുതുമ്പം നമ്മൾ ഒറ്റയ്ക്ക് എഴുതണം അല്ലേ. നമ്മൾ ഒറ്റയ്ക്ക്, നമുക്ക് ആരോട് ചോദിക്കാൻ പാടില്ല, വേറെ ഒന്നും റെഫർ ചെയ്യാൻ പാടില്ല, നമ്മൾ ആ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കണം, ഇങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ നമ്മള് റിയൽ ലൈഫില് തോന്നി ഫേസ്ബുക്കിലെ വീഡിയോ എടുത്തോണ്ടിരാണ്. ഫേസ്ബുക്കിലുണ്ട് ഇതേ വീഡിയോ, ഒരാള് പറയണത് പോടാ ഗ്രേറ്റ് മൈൻഡ്സ് തിങ്ക് അലൈക്ക്. ഞാൻ ഫേസ്ബുക്കേ യൂസ് ചെയ്യാറില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ എന്റെ സ്വന്തമായ
ലൈഫ് ഒബ്സർവേഷൻ കണ്ടെത്തിയ എന്റെ തോട്ട്സ് ആണ്. റിയൽ ലൈഫിൽ അങ്ങനെയല്ല. റിയൽ ലൈഫ് ഫുൾ ടീം വർക്കാണ്. നമുക്ക് എല്ലാവരുടെയും സഹായം വേണം. നമ്മള് ടീം വർക്കാണ്. നമുക്ക് അറിവുള്ള ആൾക്കാരോട് നമ്മൾ പോയി ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വാക്കുകളാണ് ഫേസ്ബുക്കിൽ അങ്ങേരും ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് എന്റെ സ്വന്തമായ ഒപ്പീനിയനാ. റിയൽ ലൈഫിൽ നമ്മൾ ബാക്കിയുള്ളവരോട് ചോദിക്കുക, അതുപോലെ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഇതിനെ നമ്മൾ കിട്ടുന്ന എല്ലാ സ്ഥലത്തുനിന്നും മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒറ്റക്കല്ല. നമുക്ക് ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈം ലിമിറ്റിൽ മെമ്മറൈസ് ചെയ്തിട്ട് ചെയ്യല്ല, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. അപ്പൊ ഒരു റിയൽ ലൈഫിന്റെ സിമുലേഷൻ എന്ന് പറഞ്ഞാല് കോപ്പിയടിയാണ് അല്ലേ? കൊളാബറേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതെ. പിന്നെന്താ വെച്ചാൽ ഈ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന് ഒറ്റൊരു കറക്റ്റ് ആൻസറേ ഉള്ളൂ. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. നമുക്ക് ഒരു പ്രോബ്ലത്തിന് പല സൊല്യൂഷൻസും ഉണ്ട്. പല രീതികളിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താം. അങ്ങനെ പിന്നെ എപ്പോഴും നേരെ പോന്നുള്ള രീതിയിലല്ല ലോകം ഫങ്ഷൻ ചെയ്യാം. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി, അത് റിയാലിറ്റി അതാണ്. അതെ. സോ ബാക്ക് ടു മൈ സ്റ്റോറി. അപ്പൊ ഇത് ഓപ്പൺ ബുക്ക് എക്സാം ആണ്. അതായത് ഗൂഗിൾ നോക്കിയിട്ടൊക്കെ എഴുതാ. ജസ്റ്റ് ദാറ്റ് ചാറ്റ് GPT കാര്യമൊന്നും ഉപയോഗിക്കരുത്. ഈ AI പോലത്തെ ഉള്ള സംഭവങ്ങൾ ഉപയോഗിച്ച. കാരണം AI എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്നു, അപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നു. അത് പറ്റൂല. പക്ഷെ ഗൂഗിളിൽ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ തപ്പി പിടിച്ചിട്ട് അത് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണമെന്ന് പ്രശ്നമില്ല. റിയൽ ലൈഫിൽ AI ഒക്കെയാണ് യൂസ് ചെയ്യുക. അത്രക്കും ഈസി ആയിട്ടാണ് ഈ എക്സാം വെച്ചത്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലായപ്പോൾ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഫ്രണ്ട് ഒരു അപാര ട്രിക്ക് ചെയ്തിരുന്നു. അതായത് ഞങ്ങൾക്ക് എക്സാം നടക്കാറുണ്ട് ലാപ്ടോപ്പിൽ ഓൺലൈൻ പോർട്ടലിലാണ് എക്സാം നടക്കുക. അങ്ങനെ എക്സാം ഫുള്ള് കഴിഞ്ഞിട്ട് അവസാനം സബ്മിറ്റ് നിൽക്കണം. സബ്മിറ്റ് നെക്കി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് ലാപ്പ് അടയ്ക്കുക, നമുക്ക് പോവാം. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവാം. അപ്പൊ ഞങ്ങൾ ഈ ഫ്രണ്ട് എന്ത് ചെയ്ത് ഇങ്ങനെ എക്സാം ഒക്കെ കഴിയുന്ന പോലെ ചെയ്തിട്ട് ലാപ്പ് അടക്കും, പക്ഷെ സബ്മിറ്റ് പ്രസ് ചെയ്യൂല. അങ്ങനെ ലാപ്പ് അടച്ചിട്ട് ഇവള് ഇറങ്ങിപ്പോയി. അപ്പൊ എല്ലാരും എന്താ വിചാരിക്കുക, നമ്മള് എക്സാം എഴുതി കഴിഞ്ഞു, അവിടെ പേരും കൂടി പറഞ്ഞു, അതിന്റെ കൂടി കുറവല്ലുള്ളൂ. എന്നിട്ട് പിന്നെ ഇവള് പുറത്തെത്തി കഴിഞ്ഞാൽ ഇവള് എന്ത് ചെയ്യും, ലാപ്പ് തുറന്നിട്ട് സബ്മിറ്റ് ആക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഈ ആൻസേഴ്സ് ഒക്കെ ഫോണും ഓപ്പൺ ബുക്ക് അല്ല, ഇത് ഓപ്പൺ ബുക്ക് എക്സാം അല്ലായിരുന്നു. അതായത് ഇത് ചെയ്തത് ഓപ്പൺ ബുക്ക് എക്സാം അല്ലായിരുന്നു. അപ്പൊ ഇവള് പുറത്തു പോയിട്ട് ഫുൾ ഫോണും ഇതൊക്കെ നോക്കി ആൻസർ ഒക്കെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ആക്കി. അങ്ങനെ ഇതൊരു 3-4 പ്രാവശ്യം സക്സസ്ഫുൾ ആയി. അങ്ങനെ ഇത് ഇവള് ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്തിരുന്നു. അങ്ങനെ ഈ എക്സാം ഓപ്പൺ ബുക്കാണ്, ഒക്കെയാണ്. പിന്നെ പ്രൊഫസർ മുന്നിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ അടുത്ത ബ്രൗസറിൽ ചാറ്റ് GPT ഓപ്പൺ ചെയ്യുന്നു, ആൻസർ ഒക്കെ ചെയ്യുന്നു. അതെ, ഈ കനേഡിയൻസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു എക്സാമിനേഷൻ ക്ലാസ് ഒക്കെ എങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മളെ ക്ലാസ്സിലുള്ള വേറെ പയ്യൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഒക്കെ വിട്ടിരുത്തല്ലേ ചെയ്യുക. പക്ഷെ കനേഡിയൻസ് പറയുമ്പോൾ അവര് ഇങ്ങനെ തോളോട് തോള് ചേർന്നിട്ടാണ് അവര് ഇരിക്കുക എക്സാമിന്. പക്ഷെ ആരോടും ഒന്നും ചോദിക്കില്ല, ചീറ്റ് ചെയ്യൂല. അതെ, ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു ഇന്റഗ്രിറ്റി ആണ്. ഞങ്ങളെ പ്രൊഫസർ ഒരു ഇന്ത്യൻ പ്രൊഫസർ ആയിരുന്നു. അപ്പൊ മൂപ്പരെല്ലാരും ഇങ്ങനെ ഒരാളൊരു സീറ്റ് മേലെ എന്നുള്ള രീതിയിലൊക്കെ. ക്ലാസ്സിലും കുറെ ഇന്ത്യൻസ് അല്ലേ? അതെ, ക്ലാസ്സിൽ ഏറെക്കുറെ ഇന്ത്യൻസ് ആണ്. മൂപ്പർക്ക് ഇന്ത്യൻസിന്റെ സ്വഭാവം അറിയാം. അങ്ങനെ മൂപ്പര് മുന്നിക്കൊക്കെ പോകുമ്പോഴും ഞാൻ ചാറ്റ് GPT ഒക്കെ തുറന്ന് ഇതാക്കണം. പക്ഷെ മൂപ്പര് വരുമ്പോൾ ഈ ചാറ്റ് GPT ക്ലോസ് ചെയ്യണം. പിന്നെ ഞാൻ വീണ്ടും ബ്രൗസർ ഓപ്പൺ. അപ്പൊ ബുദ്ധിമുട്ടായി പോയി. ഈ ഒരു ഇടങ്ങേറ് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ സംഭവം എക്സാം ഒക്കെ ഭയങ്കര ഈസിയാ. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇടങ്ങേറെ ആലോചിച്ചിട്ട് വിചാരിച്ചു മറ്റേ ട്രിക്ക് ചെയ്യാ, അടച്ചു വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടത് ലാസ്റ്റ് സർ ഇതൊരു എക്സാം ആണ്. 27 ക്വസ്റ്റ്യൻ എന്തോ ഉള്ളൂ, ലാസ്റ്റിലൊരു 10 ക്വസ്റ്റ്യൻ എന്തോ ബാക്കിയുള്ളൂ. അതിനിപ്പോ പുറത്ത് പോയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ്ട് കാറ്റുണ്ട് അതെ, ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന് ചാറ്റ് GPT ഒക്കെ നോക്കിയിട്ട് ചെയ്യാ വിചാരിച്ചു. ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് എത്തി. അത് കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ടും വിളിച്ചാണ്ട് അയ്യോ എവിടെയെന്നൊക്കെ ചോദിച്ച് എന്റെ ഫ്രണ്ടും എത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഫുള്ള് ഡിസ്കസ് ഒക്കെ ചെയ്ത് ആൻസർ ഒക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത്. അപ്പം ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഫോൺ നോക്കുമ്പോൾ ഞങ്ങളെ ഔട്ട്ലുക്കിൽ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇറങ്ങി ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ മെയിലിൽ പ്രൊഫസർ മെയിൽ അയച്ചിക്കാണ്, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എക്സാം സബ്മിറ്റ് ചെയ്തായിരുന്നോ? കാരണം സബ്മിറ്റ് ചെയ്തതായിട്ട് ഇതിൽ കണ്ടില്ല, അത് നിങ്ങളുടെ അടുത്തുനിന്ന് വന്ന എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മെയിൽ അയച്ചു. അപ്പം ഞാൻ തിരിച്ചയച്ചു, ഞാൻ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ആയിരുന്നു എൻ്റെ ലാപ്പിൽ ഉപയോഗിച്ചിരുന്ന, കോളേജ് വൈഫൈ കണക്റ്റ് ആവാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അത് വല്ലതും ഓഫായി പോയതാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്.
അതിൽ മൂപ്പര് ഇന്ത്യനാണ്, ഞാനും ഇന്ത്യനാണ്, അത് ഓർക്കണം. അപ്പോൾ മൂപ്പര് രണ്ടാമൊരു മെയിൽ അയച്ച് ഞാൻ ഒരു അവസാനമായിട്ടൊരു ചാൻസ് തരാണ് ടു ബീങ് ഓണസ്റ്റ്. ഓണസ്റ്റി മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്ക് എൻഡ് ഫുൾ ചെക്ക് ചെയ്തിട്ട് ഐ വിൽ മേക്ക് ഷുവർ എന്താണ് സംഭവിച്ചത്. സോ അവസാനമായിട്ട് ഓണസ്റ്റ് ആയിട്ട് മോനൊന്ന് പറഞ്ഞു. അതായത് ഈ 10 ക്വസ്റ്റ്യൻസ് അല്ല ഇവർ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോഴും ഈ എന്താ ഓൺലൈൻ എക്സാം ഇങ്ങനെ സേവ് ചെയ്യും. എത്ര മണിക്കാണ് നമ്മൾ ഈ എക്സാം ആൻസർ ചെയ്തതെന്നുള്ള. അപ്പം ബാക്ക് എൻഡിൽ പ്രൊഫസറിന് നോക്കിയാൽ കാണാൻ പറ്റുമോ ഇവന് ക്ലാസ്സിന് ഇറങ്ങിയിട്ടാണ് ചെയ്തത്. മനസ്സിലാവും. അപ്പൊ എനിക്കറിയാം മൂപ്പരിത് നോക്കിയാല് മൂപ്പർക്ക് ഇത് കിട്ടും എന്നുള്ള എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ മൂപ്പര് ഇത്രയും തിരക്ക്, മൂപ്പര് ഞങ്ങളെ കോളേജിലും പിന്നെ ജയാൻ പഠിച്ച ഫാൻ ഷോ കോളേജ് 2 കോളേജിലും പഠിപ്പിക്കണൊക്കെ ഒരു വ്യക്തിയാണ്. മൂപ്പര് ഈ തിരക്കിന്റെ ഇടയിൽ ഇനിയിപ്പൊ ഇന്റെ ഒരു ബാക്ക് എൻഡിലൊക്കെ പോയി നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്ത്, സർ ഇതാണ് സംഭവിച്ചത്, ഹോട്ട്സ്പോട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്, എനിക്ക് ടെക്നിക്കൽ എറർ അറിയില്ല, ഐ സ്റ്റിക്ക് ടു മൈ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞാണ്ട്. കാരണം എനിക്ക് മനസ്സിലായി മൂപ്പരൊന്ന് എറിഞ്ഞു നോക്കിയതാവും എന്നുള്ളത്. അപ്പം മൂപ്പര് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിന് ഇതേ മെയിലുണ്ട്. അപ്പോൾ ഫ്രണ്ട് വേറൊരു റീസൺ പറഞ്ഞാണ്ട് അങ്ങനെ ഇതാക്കി. അങ്ങനെ എന്ത് ചെയ്ത് മൂപ്പര് അങ്ങനെ ഞങ്ങളെ പ്രൊഫസർ എന്നെയും എൻ്റെ ഫ്രണ്ടിനെയും ഇതേപോലെ വിളിച്ചു. എങ്ങോട്ട് വിളിച്ചു? മൂപ്പര് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി മൂപ്പരെന്തായാലും ഫുള്ളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇന്റർഗേറ്റ് ചെയ്തിട്ട് നമ്മളെ പിടിക്കാനുള്ള പരിപാടിയാ. നമ്മൾ ഈ ദൃശ്യം എന്തൊക്കെ കണ്ടാണ്ട് വളർന്ന പിള്ളേരല്ലേ, നമ്മളിത് വിട്ടുകൊടുക്കുക. ഞാൻ ജോർജ് കുട്ടിന്റെ പോലെ ഞാനങ്ങ് തീരുമാനിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാലും ഞാൻ എന്റെ സ്റ്റാൻഡൊന്നും മാറില്ല. അപ്പൊ മൂപ്പര് ആദ്യം എന്നെ വിളിച്ചാണ്ട് കുറെ എന്നോട് ചോദിച്ചു, ഓണസ്റ്റ് ആയിക്കോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാണ്ട് കുറെ ചോദിച്ചു. ഞാൻ എങ്ങനെ ആയിട്ടും വിട്ടുകൊടുക്കുന്നുണ്ട്. ഇല്ല സർ ഇതന്നെയാണ് നടന്നത്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ ബാക്ക് എൻഡ് നോക്കും, അതെങ്ങാലും എല്ലാന്ന് തെളിഞ്ഞാല് ഐ വിൽ മേക്ക് ഷുവർ യു ഗെറ്റ് 0. ഞാൻ എൻ്റെ കോഴ്സിലും അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി വരുത്തുമെന്ന് ഞാൻ ഉറപ്പിക്കും. എൻ്റെ കോഴ്സൊന്നും പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല ആ കോഴ്സ് കൊണ്ട്, നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ മൂപ്പര് പറഞ്ഞു. ഞാൻ അപ്പോഴും പതറാതെ ഇല്ല സാർ ഇത് തന്നെയാണ് സംഭവിച്ചത്, അങ്ങനെ വരാൻ വഴിയില്ല, അങ്ങനെ വരാൻ വഴി. ഇത് പറഞ്ഞോണ്ടെന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ നേരത്തെ കോപ്പിയടി വലിയ പ്രശ്നമില്ലാന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഞാൻ കോപ്പിയടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ചോദിച്ച് എഴുതാന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇന്നവരെ ചിറ്റും പേപ്പറും ഒന്നും ആയിട്ട് ഞാനും ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ല. ഇങ്ങനെ അതായത് ഇങ്ങനെ എക്സാമിനേഷൻ ക്ലാസ് ഇങ്ങനെ ആ ഒരു സംഭവമൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ പേപ്പർ അങ്ങനെ ഭയങ്കര എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ മറ്റേ MS വേർഡിൽ ഏറ്റവും ചെറിയ ഫോണ്ടാക്കിയിട്ട് ഫുള്ള് പ്രിന്റ് ചെയ്യും. എന്നിട്ട് അത് മടക്കി 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 ഇവന് മാത്രമേ അറിയുള്ളൂ ഈ പേപ്പറിൽ ഏത് ചോദ്യത്തിന് എവിടെ എത്തും. എന്റെ കോളേജിലെ പിള്ളേർ ചെയ്ത കഥകളൊക്കെ ഞെട്ടും. ആണോ? ഇത് ഞാൻ പറയട്ടെ, അങ്ങനെയൊന്നും ഞാൻ കോപ്പി അടിച്ചത്. അപ്പൊ ഞാൻ ഇന്നവരെ അങ്ങനത്തെ പരിപാടിക്കോ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ചോദിച്ച അവിടെ ഇവിടെയൊക്കെ കൊളാബറേറ്റീവ് റിയൽ ലൈഫ് സിമുലേഷൻ. അതെ, അങ്ങനെ ഞങ്ങളെ പ്രൊഫസർ എന്നെ ഇന്ററോഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഫ്രണ്ടിന് ഇതേപോലെ കുറെ ഫ്രണ്ടിന് ഇതേപോലെ ഈ സംഭവം ചെയ്തപ്പോഴേ ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് ഫ്രണ്ട് നമ്മളെ ദൃശ്യത്തിലെ എസ്തറിനൊക്കെ പോലെ ഫ്രണ്ട് അങ്ങ് പതറി. അങ്ങനെ ഫ്രണ്ട് അങ്ങ് അഡ്മിറ്റ് ചെയ്തു. ശരിയാ സർ ഞങ്ങൾ ചെയ്തിരുന്നു, ഞങ്ങളടുത്ത് വേറൊരു വഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആണ്ട് അഡ്മിറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഞാൻ ഇതൊന്നും അറിയണില്ല ഈ അഡ്മിറ്റ് ചെയ്തു. വേറൊരു സ്ഥലത്ത് ഞാൻ ആ ഒരു സീനിൽ അവിടെ നിൽക്കേണ്ട ആവശ്യം ഞാൻ വേറെ കുറച്ച് മാറിയിട്ടേ ഞാൻ നിന്നീനെ. അങ്ങനെ ഈ എൻ്റെ ഫ്രണ്ടിന്റെ ഇന്ററഗേഷൻ കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ചു. ഞാനപ്പോഴും ഫുള്ള് അതായത് എൻ്റെ ഫ്രണ്ട് എനിക്ക് സിഗ്നൽ തരുന്നുണ്ട്, എടാ പൊട്ടാ ഞാൻ സമ്മതിച്ചത് പോയി സമ്മതിച്ചൊക്കെയത്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വീണ്ടും പോയിട്ട് മൂപ്പർക്ക് അപ്പത്തിന് മൂപ്പര് സത്യമൊക്കെ മൂപ്പർക്ക് അറിയട്ടോ. മൂപ്പര് എന്നോട് വീണ്ടും ചോദിച്ചു, ഈ എക്സാം സബ്മിറ്റ് ചെയ്യാതെ പുറത്ത് പോയിട്ടല്ല സബ്മിറ്റ് ചെയ്ത, അപ്പം
അല്ല സാർ ഞാൻ എന്റെ പേഴ്സണൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ അന്ന് ആ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മൂപ്പരിന്റെ കണ്ണൊക്കെ നോക്കുന്നുണ്ട്. ഞാനും അതേപോലെ കണ്ണൊക്കെ നോക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം കണ്ണൊക്കെ നോക്കുമ്പോ കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ കണ്ണടക്കാൻ പാടില്ല. കണ്ണുമലാണ് ഈ ലൈങ് ഒക്കെ അവർക്ക് മനസ്സിലാക്കി. ഞാനും തന്നെ കോൺഫിഡൻസിൽ ഇരിക്കുക. അതില് പിന്നെ ഇയാൾ നല്ല ദേഷ്യം പിടിച്ച് ഇയാള് ലാപ്പണ്ട് തുറന്നാണ്ട് മൂപ്പരെ ബാക്ക് എൻഡിൽ എനിക്കാണ് കാണിച്ചത് ഫുൾ. അതായത് കള്ളി പൊളിഞ്ഞു. അതായത് ഞാൻ എന്താ പറയാനുള്ളടാ. ഇങ്ങോട്ട് മൂപ്പരിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് 3 ചാൻസ് തന്നു ടു ബീങ് ഓണസ്റ്റ്, പക്ഷെ നീ അത് ചെയ്തില്ല പറഞ്ഞിട്ട് മൂപ്പര് ലാപ്പണ്ട് തിരിച്ചിട്ട് ഇതാണ് കാണിച്ചെന്ന്. അപ്പൊ പിന്നെ എന്റെ കയ്യിലൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് പാവത്താനായി. ഞാൻ പാവത്താനായിട്ട് ഞാൻ ഇംഗ്ലീഷിലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാ വെച്ചാ സാറ് നിവർത്തിക്കേട് കൊണ്ടാണ് ഒന്നും തോന്നരുത് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ഞാൻ പിന്നെ ഇതാക്കിയത്. അങ്ങനെ പ്രൊഫസർ പറഞ്ഞ് ഈ എന്തിനാണ് നുണ അറിഞ്ഞത് അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ ആകെ ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആകെ 27 ക്വസ്റ്റ്യൻ ഉള്ളൂ. ആകെ ഒരു 10 ക്വസ്റ്റ്യനെ ഞാൻ കോപ്പി അടിച്ചിട്ടുള്ളൂ. അതും എനിക്ക് കുറെ ആൻസർ ഒക്കെ അറിയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം മൂപ്പര് ഒരു ഇന്ത്യക്കാരനാണല്ലോ. അപ്പൊ മൂപ്പര് ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ് ഇത് കണ്ടുപിടിച്ചതും. അതേപോലെ തന്നെ മൂപ്പര് ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കനിവ് വന്നു. ഇതിപ്പോ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഞങ്ങളങ്ങനെ വിളിച്ച് സംസാരിക്കാനും നിൽക്കൂല. അവര് നേരെ പോവാണ്. അവര് നേരെ നമുക്ക് അക്കാഡമിക് ഇന്റഗ്രിറ്റി എഴുതിയിട്ട് നമ്മളെ ഫെയിലാക്കും. എന്താ അതിന്റെ പ്രൊസീജിയർ വെച്ചാൽ അവരത് നോക്കും. മൂപ്പര് പറഞ്ഞ് ഞാന് ഇത് എങ്ങനെ സ്കോർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ആയിട്ടുള്ള സ്കോറൊന്നും കിട്ടൂല. അതും എൻ്റെ ഒരു കനിവുകൊണ്ടാണ്. ഞാൻ സ്റ്റുഡൻസിൻ്റെ കരിയർ മോശമാവണ്ട, അവരെ കരിയർ നശിക്കണ്ട, നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്, എന്തൊക്കെ സ്ട്രഗിളിൽ അങ്ങോട്ടേക്ക്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഫീ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിനേക്കാളും 4 ഇരട്ടിയാ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് മൂപ്പരെ ഞാൻ സമ്മതിച്ചിട്ടത്. ഒരാൾ ഇത്ര നോണ പറഞ്ഞിട്ട് ഞാനാണ് മൂപ്പരെ പൊസിഷനിലെങ്കിൽ എനിക്ക് ഇവനും കുറച്ച് അനുഭവിക്കട്ടെ എന്നുള്ള വരികയൊക്കെ എന്റെ ആ പാത്താൻ ഫേസ് ഉണ്ട്, ആർക്കും അങ്ങനെ തോന്നൂല. അതെ, ഈ ഫേസ് കണ്ണോട് കണ്ണ് നോക്കി കള്ള പറഞ്ഞ. ഇങ്ങോട്ട് പിന്നെ മൂപ്പര് പറഞ്ഞേ, പക്ഷെ ഞാൻ എൻ്റെ വർക്ക് ഓൺലൈൻ അതായത് എൻ്റെ വർക്ക് ഞാൻ അത്രക്കൊരു റിസ്കിൽ വെച്ചിട്ടാണ് ഞാനിത് അങ്ങ് ചെയ്തു തരണേ. ഇത് നമ്മളെ ബാച്ചിലുള്ള ഏതെങ്കിലും പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് നിന്നോട് പറഞ്ഞു ആരോടും പറയരുത്. ആരോടും പറയരുത് അല്ല, ആരും ഇത് അറിയരുത് എന്ന് പറഞ്ഞു. ആരും ഇത് അറിയില്ല. 3 ക്യാമറന്റെ മുന്നിലേ സംസാരിക്കുന്നില്ല. ഞാനിത് എന്തായാലും 2-3 മാസം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് വെച്ചത്. അപ്പോഴത്തേനൊക്കെ മൂപ്പര് ജോബും സേഫ്, ഞാനും ഗ്രാജുവേറ്റഡ് ഒക്കെ സേഫാ. മൂപ്പരായാലും അതിബുദ്ധി. മൂപ്പര ഇന്ത്യക്കാരൻ രക്തം കെട്ട് മൂപ്പര് പുറത്തേക്ക് കാണിച്ച എപ്പോഴാന്ന് വെച്ചപ്പോ മൂപ്പര് ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ ഇപ്പന്നെ പോയിട്ട് ഞാൻ അയച്ച മെയിൽ, അതായത് മൂപ്പര് അയച്ചല്ലോ നിങ്ങൾ ക്ലാസ്സിന്റെ പുറത്ത് പോയിട്ടാണോ സബ്മിറ്റ് ചെയ്തതെന്ന് ചോദിച്ച മെയിലിന് നമ്മൾ റിപ്ലൈ അയക്കണം. യെസ് സർ, ഐ സബ്മിറ്റഡ് ആഫ്റ്റർ ഗോയിങ് ഔട്ട് ഓഫ് ദി ക്ലാസ്, അപ്പോളജൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു മെയിൽ അയക്കാൻ. കാരണം ഞങ്ങളെങ്ങാലും മൂപ്പരെതിരെ നിൽക്കുകയാണെങ്കിൽ മൂപ്പര് ഈ മെയിൽ കാണിച്ചിട്ട് മൂപ്പർക്ക് സേഫ് ആവാനുള്ള ഒരു ബുദ്ധി. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി എന്നെക്കാട്ടിലും പഠിച്ച കള്ളൻ ഇവനാണ് ഏറ്റവും വലിയ വളരൻ. അതെ, എന്നെക്കാട് പഠിച്ച കള്ളനൊക്കെ ഓട്ടിട്ടിരിക്കാൻ പ്രൊഫസറായിട്ട്. I met my superior. അതെ, കോപ്പി അടിക്കഥകൾ അറിയാണെങ്കിൽ നമ്മള് സ്കൂളിൽ പഠിച്ചപ്പോഴേ ഒരു പയ്യണ്ടായിരുന്നു. പയ്യന്റെ പേര് പറഞ്ഞാൽ എനിക്ക് അറിയായിരിക്കും. ഇവന്റെ ഒരു കോപ്പി അടി കഥ ഉണ്ട്. അതായത് ഇവന് ഫുള്ള് ചിറ്റൊക്കെ കൊണ്ടുവന്നാണ്ട് ഇംഗ്ലീഷ് എക്സാം പറ്റേ, ഇവന് ഇംഗ്ലീഷ് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേപ്പർ. അങ്ങനെ ഇവന് എങ്ങനെയൊക്കെ കോപ്പി അടിച്ച് എക്സാം കഴിഞ്ഞപ്പോ ഇവന് എഴുതിയ ആൻസറും ചിറ്റിലുള്ള ആൻസറും സെയിം ആണോ നോക്കാൻ വേണ്ടി ഇവൻ ചിറ്റും പേപ്പറും എടുത്ത് കമ്പയർ ചെയ്യും. ലാസ്റ്റ് 10 മിനിറ്റില് ഒരു 10 മിനിറ്റില് ടീച്ചർ അത് കണ്ടാട്ട് ശരിയാ മോനെ, ടീച്ചർ അത് കണ്ടിട്ട് അത് എടുത്തു കൊണ്ടുപോയാണ്ട് ഫുള്ള് പ്രശ്നമായി. വേറൊരു പയ്യുണ്ട്, അവന് ഇതേപോലെ കോപ്പി അടിച്ചു ചിറ്റും കാര്യമൊക്കെ വെച്ചിട്ട്. അങ്ങനെ നമ്മള് ഈ എക്സാമിന്റെ സ്ക്രിപ്റ്റ് നൂല് വെച്ചാണ്ട് കെട്ടുമല്ലോ. ആൻസർ ഷീറ്റ് എക്സ്ട്രാ കുറെ എടുക്കുമ്പോ നമ്മൾ നൂല് വെച്ചിട്ടാണല്ലോ അവസാനം കെട്ടും.
ഈ മണ്ടൻ കേട്ട് ഇവ ഉപയോഗിച്ച ചിറ്റും അതിന്റെ കൂട്ടത്തിൽ അറിയാതെ കെട്ടിട്ടുണ്ട്. എന്നിട്ട് റിസൾട്ട് മറ്റേ കറക്റ്റ് ഇടേന്റെ ഇടയ്ക്ക് ടീച്ചർക്ക് കിട്ടിയതായിരിക്കാം. എന്നിട്ട് അങ്ങനെ ഇവനെ ഫെയിൽ ആവുക, ഇവനെ വിളിപ്പിക്കുക, അങ്ങനെ എന്തോ ചെയ്താണ്. കോപ്പിയടി കഥകൾ പറയുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിലെ സാഹിർ ഉണ്ടായിരുന്നു. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവൻ ചിറ്റു വന്നിട്ട് ഫുള്ള് കോപ്പി അടിച്ചതിന് ശേഷം ഇവൻ എന്റെ പേപ്പർ കംപ്ലീറ്റ് ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷം ഇവര് എണീറ്റ് നിന്നിട്ട് മാം എന്റെ ഡെസ്ക് നിങ്ങക്ക് കുറെ ചിറ്റ്സ് കിട്ടി കൊടുത്തു. അങ്ങനെ അവനെ പിടിച്ചു കൊണ്ടുപോയി. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ CBSE-കാർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരുമാതിരി ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് സ്റ്റേറ്റ് സിലബസ് ഉള്ളവർക്കൊക്കെ മാത്സ് എക്സാം, അക്കൗണ്ടൻസി എക്സാമിനൊക്കെ കാൽക്കുലേറ്റർ ഉണ്ടാവുക. ഞങ്ങൾ CBSE പിള്ളേർക്ക് കാൽക്കുലേറ്റർ പറ്റൂല. എന്നിട്ട് ഈ വലിയ വലിയ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആരോടെ കൊമേഴ്സായ ഞാനാണ് സയൻസിലുള്ളത് എൻ്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവരെ മാത്സ് ആയാലും കട്ടി എങ്ങൾക്കും പറ്റൂലായിരുന്നല്ലോ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ പറ്റൂല. എന്നിട്ട് ഞങ്ങളൊക്കെ എന്ത് ചെയ്ത്, ഞങ്ങൾ 10 റിയാലിന്റെ ചെറിയ കാഷ്യോന്റെ കാൽക്കുലേറ്റർ ഉണ്ട്, അതിങ്ങനെ മറ്റേ എവിടെയെങ്കിലൊക്കെ വെച്ച് പോവും. എന്നിട്ട് ഞങ്ങളെ ചെക്ക് ചെയ്യണതാരൊക്കെ ചെയ്യലേ. ഞങ്ങളെ ചെക്ക് ചെയ്യണതാരാ ഞങ്ങളെ ഫുട്ബോൾ കോച്ച്. അവര് ഇങ്ങനെ കണ്ടാണ്ട് പൊക്കോ പൊക്കോ. ഇങ്ങോട്ട് ഞങ്ങൾ ഈ ഡെസ്കിന്റെ ഉള്ളിലൊക്കെ വെച്ച്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായൊരു സംഭവം എന്താന്ന് വെച്ചാല്, ഈ കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിക്കണതിന് ഒരു പരിധിയില്ല. അപ്പൊ നമ്മള് കാൽക്കുലേഷൻസ് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഈ പെർസെന്റേജ് കണ്ടുപിടിക്കുക, അഡീഷന്, ഡിവിഷൻ ഒക്കെ ഫാസ്റ്റ് ആണ്. അപ്പൊ നാട്ടില് കോളേജിൽ എത്തിയപ്പോ ക്ലാസ്സിൽ സ്റ്റാറായി. സാർ ഇങ്ങനെ എഴുതുമ്പോ അത്ര പെർസെന്റേജ് അങ്ങനെ. അങ്ങനെ വേറെ പിന്നെ കോപ്പിയടി കഥകൾ. ഹാറോടെ എന്റെ സെമിയോന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹാറു കോപ്പി അടിച്ച പ്രീ ഫൈനൽസിന് ഫോം കൊണ്ടുവന്നിരുന്നു. അത് അന്ന് ഞങ്ങളുടെ സയൻസിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ, ട്യൂഷനൊക്കെ പോകുന്നവർ എന്തായാലും ഫോം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഇവൻ മാത്സ് എക്സാം ആയിരുന്നു. മാത്സ് എക്സാമിന് ഇവന് പേപ്പർ കിട്ടി. അവൻ പേപ്പർ നോക്കി, ഒരു ഉത്തരവും അറിയില്ല. ഇവന് ബോറടിച്ച്. എങ്ങനെ അറിയാനാ? ആരോടും ഞാൻ എപ്പോഴും ഒരുമിച്ച്. കോമേഴ്സ് എടുത്ത് ഇവനും സയൻസ് എടുത്ത് ആരോട് എപ്പോഴും ഒരുമിച്ച്. ആ മണ്ടനൊരു ബോധം വേണ്ടേ പഠിക്കണം. ആരോട് ഒരു ഉത്തരം അറിയില്ല. ഇവനെ ഗിവ് അപ്പ് ചെയ്തു. പ്രീ ഫൈനൽസാ. ഇവൻ പേപ്പർ ഇങ്ങനെ അവിടെ വെച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഫോണിൽ ആംഗ്രി ബേർഡ്സ് കളിക്കാൻ തുടങ്ങി. പിടിച്ചു 8 മാർക്ക് മാത്സില് 100-ല്. ഞാന് കോളേജിലായ കോളേജില് മലയാളം എക്സാം ആയിരുന്നു എല്ലാവർക്കും ഏറ്റവും പേടി ഉണ്ടായിരുന്ന എക്സാം. കാരണം എന്താന്ന് വെച്ചാല് മലയാളത്തില് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം ഉണ്ടാവും ഫസ്റ്റ് ഇയറിൽ. അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, ഹിന്ദി, മലയാളം, അറബിക്. ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാം. അറബിക് ഒക്കെ എടുത്തു. ഞാൻ പിന്നെ ലൈല മാമിന്റെ പ്രിയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ മലയാളം എടുത്തു. അപ്പൊ മലയാളത്തിൽ എന്താന്ന് വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു മിസ്കൺസെപ്ഷൻ ആണോ അതോ എന്താന്ന് അറിയില്ല, പക്ഷെ വലിച്ചു വാരി എഴുതിയാലാണ് മാർക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോ ടു പ്രിസൈസ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതിയാലും ആൻസർ അത്ര ഒരു ഗാംഭീര്യം ഒന്നും ഇല്ലെങ്കിൽ ഇവര് മാർക്കൊന്നും തരൂല. അങ്ങനത്തെ ഒക്കെ ഒരു കറക്ഷൻ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞു. അപ്പൊ നമ്മള് ഞാനൊക്കെ മറ്റേ 10th നിന്നാണ് ലാസ്റ്റ് മലയാളം നിർത്തിയത്. +1 +2 മലയാളം ഇല്ല. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ മലയാളം എഴുതണം. അപ്പൊ ഇങ്ങനെ വളച്ച് എഴുതുമ്പോ കൈയൊക്കെ വേദന. പിന്നെ ഇത് ആലോചിച്ച് ഇതിക്ക് എത്തിച്ച് എഴുതണ്ടേ. തിങ്കിങ് നീ അറബിക്കിലാവും. 2 കൊല്ലത്തെ ഗ്യാപ്പ് ആയപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മലയാളം ഒന്നും അങ്ങനെ ആരും പിന്നെ കോളേജിലൊന്നും അങ്ങനെ പഠിക്കൂലല്ലോ. നമ്മൾ അങ്ങനെ പോവാ എക്സാം എഴുതാൻ പോരാന്നാണല്ലോ. അപ്പൊ എന്റെ അടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, റോസ്ന എന്നാ കുട്ടീന്റെ പേര്. ഞാൻ എപ്പോഴും മറക്കൂല. എന്റെ അതെ, എന്റെ ക്ലാസ്സിലെ കുട്ടിയാ. അപ്പൊ ഇവള് നല്ല അടിപൊളിയായിട്ട് മലയാളം ഇങ്ങനെ, അതും ഹാൻഡ് റൈറ്റിംഗ് വരെ നല്ല രസമാണ്. അടിപൊളി ഇങ്ങനെ, അതായത് ഇവക്കൊക്കെ പറഞ്ഞാല് ഇന്ന് ഞാൻ എഴുതി മരിക്കും എന്നുള്ള രീതിയിൽ ഇവരൊക്കെ എക്സാമിന് തന്നെ വരിക. ഇവരിങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ എഴുതാം. ഞാനാണ് എനിക്കൊരു സ്റ്റാർട്ടും എൻ്റെ ഒക്കെ കിട്ടിയാല് ബാക്കിയൊക്കെ ഞാൻ എങ്ങനെ എഴുതി കൂട്ടാൻ കുറെ ഇത് എന്തെങ്കിലും ഒന്ന് അറിയണ്ടേ, എന്താ ഇതിന്റെ ആൻസറിന്റെ ഒരു ഉറവിടം കണ്ട് കിട്ടണില്ല. അങ്ങനെ ഞാനിങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ, ഈ കുട്ടീന്റെ ഒരു പെർസോണ പറഞ്ഞാല് ഇങ്ങനെ കയ്യൊക്കെ
പേപ്പറിന്റെ മോളിൽ കൂടെ വെച്ച് പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കാതൊക്കെ ചെയ്ത. പക്ഷെ ഇന്നോടൊരു സോഫ്റ്റ് കോർണറാ. അപ്പൊ ഇങ്ങനെ കൈയൊന്നും ഇങ്ങനെ വെക്കല്ല, ഇയാളെ നോക്കി എഴുതിക്കോക്കെ ഞാനായിട്ട് കാണിച്ചല്ല, നീ കണ്ടിട്ട് എഴുതിക്കോന്നൊക്കെ. അപ്പൊ ഞാൻ കൊറേ ഒക്കെ നോക്കി. പക്ഷെ ഒരു ഈ മറ്റേ എന്റെ സോഷ്യൽ എന്റെ കാനഡയിലെ ഈ എക്സാമിന്റെ ആ ഒരു അസ്വസ്ഥത പോലെ തന്നെ ഇങ്ങനെ നോക്കി എഴുതുന്നതിലൊരു സുഖം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, ഈ പേപ്പർ ഒന്ന് തരും, ഞാൻ അങ്ങ് തിരിച്ചു തരാം. അപ്പൊ അവള് അതൊക്കെ പേപ്പറൊക്കെ വേണോ? ഭയങ്കര എന്തോ ഞാനും അല്ല വീടിന്റെ ആധാരമൊക്കെ ചോദിച്ചാൽ അതിനാണ് ഓരോ റിയാക്ഷൻ. അപ്പൊ ഞാൻ ഒന്ന് പ്രശ്നം പേപ്പർ. അപ്പൊ ഞാന് ഇതങ്ങോട്ട് പിടിച്ചു വാങ്ങി. ഇവള് എഴുതുന്നുണ്ട് ഒരു പേപ്പറിൽ, ബാക്കിയുള്ള പേപ്പർ ഞാൻ പിടിച്ചു വാങ്ങി. അതിൽ മെയിൻ പേജാണ് എന്റെ കയ്യിലെത്തിയത്. അപ്പൊ അതിൽ ഒരു പേജ് ഇവളെ പേരും ബാക്കിയുള്ള പേജസ് ഒക്കെ ആൻസേഴ്സും ആണ്. അങ്ങനെ ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ഫുള്ള് പാട്ടൊക്കെ പാടിയാണ്ട് അങ്ങനെ എഴുതി. എക്സാം സെറ്റായി ലാസ്റ്റൊക്കെ എത്തി. ലാസ്റ്റ് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേന് ഇൻവിജിലേറ്റേഴ്സ് തുടങ്ങുമല്ലോ, ടൈ യുവർ പേപ്പേഴ്സ്, ഇനി പേപ്പർ കെട്ടിയിട്ട് എഴുതിയാൽ മതി പറഞ്ഞാണ്ട് വരെ അങ്ങ് തുടങ്ങും. അപ്പം ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് അരമണിക്കൂറല്ലേ, ഞാൻ വലിയ കാര്യമാക്കിയില്ലേ, അങ്ങനെ എഴുതുതന്നെ. അങ്ങനെ ലാസ്റ്റ് 15 മിനിറ്റ് ഒക്കെ ആയപ്പോ എല്ലാരും കെട്ടിയാണ്, ഞാൻ മാത്രം കെട്ടിയിട്ടില്ല. അപ്പൊ കെട്ടിയിട്ട് എഴുതിക്കോ കാരണം എനിക്കാണെങ്കിൽ നല്ലൊരു പേരൊക്കെ ഉണ്ട് കോളേജില്, കെട്ടിയിട്ട് എഴുതിക്കോ. അപ്പൊ സർ ഞാനാണ് ഇങ്ങനെ പരുതത്, കാരണം എന്റെ കയ്യിൽ ഇവിടെ പേപ്പർ ഉണ്ട്, അപ്പൊ ഇതൊക്കെ എത്തിക്കണം. അപ്പൊ ഞാൻ അങ്ങ് പരുതാ. അപ്പൊ ഇയാളൊന്നാണ്ട് എന്താ കെട്ടാനറിയില്ല, ഇങ്ങോട്ട് മൂപ്പര് എന്നോടുള്ള ആ ഇഷ്ടം കൊണ്ട് ഞാൻ കെട്ടി തരാറുണ്ട്. മൂപ്പര് നൂലൊക്കെ എടുത്ത് ഓരോ പേപ്പറും എടുക്കുമ്പോണ്ട് 2 കവർ പേജ്, ഒന്നില് ഇന്റെ പേരും ഒന്നില് കുട്ടിന്റെ പേരും. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഇവര് ചീറ്റ് ചെയ്താണെന്ന്. ഓ കോപ്പി അടിക്കാല്ലേ, കാണിച്ചരട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പരിത് ഫുള്ള് മടക്കാണ്ട് ഇന്റെ പേപ്പറാണ്ട് എടുത്താണ്ട് കൊണ്ടുപോയി ഓളാണ് ഫുള്ള് കഴിഞ്ഞിരിക്കുക. പേപ്പറും കൊണ്ടുപോയി. ഇപ്പം കുട്ടി ഫുള്ള് കരയാനൊക്കെ തുടങ്ങി. അതായത് എനിക്കൊണ്ട് ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം നേരിടും. ഞാൻ അന്നൊരു ബിഗ് ലെസൺ ആണ് പഠിപ്പിച്ചു കൊടുത്തത്. അതായത് എങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടാം എന്നുള്ളൊരു ലെസൺ ഞാൻ ആ കൊച്ചിന് പഠിപ്പിച്ചു കൊടുത്തു. കൊച്ച് ഫുള്ള് കണ്ണുന്നൊക്കെ വെള്ളം. ഞാനാണ് പ്രശ്നമാക്കണ്ട, മൂപ്പരാണെങ്കില് ഇതിന് പ്രിൻസിപ്പൾ അടുത്ത് പോയിട്ട് നടക്കുള്ളൂ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞാണ്ടാ പോയത്. ഞാൻ പറഞ്ഞ അതൊന്നും പോവില്ല, ഈ പ്രശ്നമാക്കല, ഞാൻ കുട്ടേട്ടനില്ലേ എന്നൊക്കെയുള്ള രീതിയില് ഞാന് അങ്ങനെ എക്സാം കഴിഞ്ഞ് എല്ലാരും പോയി. ഞാന് സാറിന്റെ അടുത്ത് പോയിട്ട്, സാർ ലാസ്റ്റ് ചാൻസ് ഇനി ഒരിക്കലും ഉണ്ടാവില്ല, ആൻസർ ഒക്കെ എനിക്കറിയാം, നിങ്ങൾ ഇപ്പൊ ഒരു പേപ്പർ തന്നാ ഇതേപോലെ ഞാൻ എല്ലാം എഴുതി തരും പറഞ്ഞു. എന്റെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ഞാനത്. ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഒന്ന് അവിടെ ഒരു ഇത് വന്നപ്പോ ഞാൻ എടുത്തുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതി. ഇപ്പൊ ഞാൻ ഒരു പേപ്പർ തന്നാ അതേപോലെ ഒരു അക്ഷരത്തെറ്റ് ഞാൻ ഈ എപ്പിസോഡ് നമ്മൾ ഓഡിയൻസിന് അങ്ങനെ ചില സാഹചര്യം മൂലം പല ആൾക്കാരും സാഹചര്യത്തിന്റെ പുറത്ത് കള്ളനായി ജനിക്കുന്നതല്ല, സാഹചര്യങ്ങൾ കള്ളനാക്കുന്നതാണ്. അങ്ങനെ പിന്നെ മറ്റേ ഞങ്ങളെ പ്രൊഫസർ പറഞ്ഞു, അഞ്ഞു മേലെ അത് ട്രൈ ചെയ്യരുത്, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങള് 2 പേപ്പറും തന്നു. ഞങ്ങളത് കെട്ടി സബ്മിറ്റ് ചെയ്ത്. റോസിനെ ഹാപ്പി. ഞാൻ അന്നനെ ബിരിയാണി അന്നനെ കൊച്ചിന് ബിരിയാണിക്ക് വാങ്ങിയെടുത്ത്. അവള് ഹാപ്പി, ഞാൻ ഹാപ്പി, എല്ലാരും ഹാപ്പി. അങ്ങനെ പിന്നെ എക്സാമിൻ്റെ ഒക്കെ ഒരു ടൈം ആയാലും ഞങ്ങൾ നിന്നിരുന്ന, അതായത് ഞാൻ വീട്ടിൽ പോയി വരില്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും നിന്നിരുന്ന ഒരു വീടുണ്ട്. ഞാനൊരു അൺപെയ്ഡ് ഗസ്റ്റ് മാതിരി അവിടെ എപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ എക്സാം ആയാൽ മറ്റേ സെറോക്സിൻ്റെ അവിടെ പോയിട്ട് നീ പറഞ്ഞ പോലെ മൈക്രോ കോപ്പി എടുക്കും. മൈക്രോ കോപ്പി എടുത്തിട്ട് ഇവരെ മെയിൻ പരിപാടി തന്നെ തലേന്ന് ഒരു പഠിക്കില്ല. ഇവര് ഈ മൈക്രോ കോപ്പി ഒക്കെ കട്ട് ചെയ്തിട്ട് 2 മൈക്രോ കോപ്പീസ് ഒന്നായിട്ട് ഒട്ടിക്കും, മറ്റേ സ്പേസും ഇതൊക്കെ കുറയാന്. പിന്നെ ഈ മൈക്രോ കോപ്പി എടുക്കണോടത്താണെങ്കിൽ എക്സാമിന്റെ സീസൺ ആകുമ്പോ ഇയാള് വില കൂട്ടും സെറോക്സിന്. അയാൾക്ക് മറ്റേ ദിവാലിക്ക് പടക്കക്കട, ഓണത്തിന് വസ്ത്രക്കട എന്ന് പറഞ്ഞാൽ മതി, അയാൾക്ക് എക്സാം സീസൺ സെറോക്സ് കട. ഇയാള് അതിന്റെ പൈസ ഒക്കെ കൂട്ടും. അങ്ങനെയൊക്കെ ആയിരുന്നു. കോപ്പിയടി എന്ന് പറഞ്ഞാ എന്തോരം കോപ്പിയടി ആയിരുന്നു. എനിക്ക് ഈ സെയിം റോഷനന്റെ സിറ്റുവേഷൻ വന്നാണ് മദ്രസയെ പഠിച്ചപ്പോ. ഞാൻ ഇതേപോലെ ഞാൻ മദ്രസയിലൊക്കെ ആവുമ്പോ ഞാൻ പഠിക്കുന്ന കുട്ടിയായിരുന്നു.
മദ്രസയിൽ ഷിഫാനായിരുന്നു എന്റെ മെയിൻ. ഷിഫാന്റെ ആൻസർ നോക്കിയിട്ടായിരുന്നു ഞാൻ ഷാദിന് എഴുതിയിരുന്നത്. അപ്പൊ ഞാൻ ഇതേപോലെ എന്റെ ഫ്രണ്ടിനെ എഹ്തദിന് ഞാന് ഉമറോ കാക്കാന്റെ ഫ്രണ്ടോ? എഹ്തദ് എന്റെ കാക്കന്റെ ഫ്രണ്ടാ, പക്ഷെ മദ്രസയിൽ എന്റെ ക്ലാസ്സിലാ. അപ്പൊ നിനക്ക് എങ്ങനെ അറിയാം? ISJ അല്ലേ? എന്നാലും എനിക്കറിയാം. കൺസിഡർ ഹിം ഫേമസ്. അതെ. അപ്പൊ എഹ്തദ് എന്റെ പേപ്പർ എടുത്തു, എന്നിട്ട് എഹ്തദ് ഇങ്ങനെ അങ്ങനെ എഴുതിയോണ്ടപ്പോ ഉസ്താദ് ഇങ്ങനെ എന്തോ ബാക്കിലൂടെ ഇങ്ങനെ പാസ് ചെയ്തപ്പോ ഇവന്റെ പേപ്പർ മൊത്തം നീല എഴുത്ത്, അതിന്റെ നടുവിലൊരു കറുപ്പ് പെന്നോണ്ട് എഴുതിയ ഷീറ്റ്. ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ മെജീഷ്യൻസ് തൊപ്പിന്റെ ഉള്ള സാധനം എടുക്കുന്ന പോലെ ഇവന്റെ എല്ലാ പേപ്പറിന്റെ കൂട്ടത്തിന്റെ ഇടയിൽ ഒരു ബ്ലാക്ക് പേപ്പർ ഇങ്ങനെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതെന്താ വേറൊരു ഉസ്താദിന് കാര്യം അറിയാത്തതാണോ എന്ന് അറിയില്ല. എന്നിട്ട് ഉസ്താദ് നേരെ മുന്നിലുള്ള എന്റെ പേപ്പർക്ക് ഇങ്ങനെ നോക്കി. പക്ഷെ ഉസ്താദ് എന്തോ ഭയങ്കര നല്ല മനുഷ്യനായോണ്ട് ഉസ്താദ് ഓവനെ വേറെ പ്ലേസ് കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് വീണ്ടും എഴുതിപ്പിച്ച് എന്നെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എത്ര സ്റ്റോറീസ് അങ്ങനെ. വേറെ ഇപ്പൊ കോപ്പിയടി സ്റ്റോറി എന്താ? കോപ്പിയടി സ്റ്റോറി പിന്നെ എനിക്ക് നാട്ടിൽ പഠിച്ചപ്പോൾ തോന്നിയിരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ 2 types ഓഫ് ബോയ്സ് ഉണ്ട്. ഒന്ന് പഠിച്ചു വരുന്ന ബോയ്സ്, ഒന്ന് തീരെ പഠിക്കാതെ വരുന്ന ബോയ്സ്. ഇതിൻ്റെ ഒരു മിഡിലില്ലായിരുന്നു. അപ്പം സൗദിയിലൊക്കെ ആയ ടൈമിൽ ഞാൻ കോപ്പിയടി ഒന്നും തീരെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടൊക്കെ എഴുതുക, 1-2 ആൻസർ, ചിലപ്പോൾ ഒന്നിൻ്റെ സ്റ്റാർട്ടിങ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൗദിയിലൊക്കെ ഉള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു പഠിക്കാത്ത ചെക്കൻ, അപ്പൊ ഓൻ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാല് ഓനക്കൊരു ഇൻപുട്ട് ഇട്ട് കൊടുത്താല് ബാക്കി പിന്നെ ഓൻ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ട് അത് റെഡി ആയിക്കോളും. കാരണം അതിനുള്ള ഒരു സ്കില്ല് അവിടുത്തെ പിള്ളേർക്കുണ്ട്. നാട്ടിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മൾ ഇവർക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ പഠിക്കണവര് അല്ലെ തീരെ പഠിക്കാത്തവരായിരിക്കും. അപ്പൊ ഇവർക്ക് ഇങ്ങനെ വേർഡ് ടു വേർഡ് ഇങ്ങനെ പറഞ്ഞു കൊടുത്താല്, അതായത് ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താലും ഇവർക്ക് ഒറ്റക്ക് എഴുതാനുള്ള ഇതുണ്ടാവില്ല. എന്നിട്ട് ഇവർക്ക് ഈ പേപ്പറൊക്കെ കൊടുക്കണം. അപ്പൊ അത് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നിയിരുന്നു. നാട്ടില് 8ാം ക്ലാസ് വരെയാണ് ഈ കോപ്പിയടി വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചെഴുതാന്നാണ്, അല്ലാതെ പേപ്പർ ഇതൊന്നല്ല. ഞാൻ 8ാം ക്ലാസ് വരെയൊക്കെ ഇപ്പൊ എക്സാമിന് 30 ക്വസ്റ്റ്യൻസ് പണ്ടേ പൊതുവെ എപ്പോഴും ഉണ്ടാവില്ലേ. 30 ആ ഒരു നമ്പർ. അപ്പൊ അതിലൊരു 27 എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയുണ്ടാവും. ഒരു 3 എനിക്ക് ഡൗട്ടോ അല്ലെങ്കിൽ ഒരു ഇതേ നീ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻപുട്ടിന്റെ കുറവുള്ളത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് എഴുതി കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരു ടൈമിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 27 എന്താ, അപ്പൊ ഇങ്ങനെ അവരൊന്ന് ജസ്റ്റ് ഒന്ന് പറയുമ്പോ ഓക്കെ ഞാൻ 7 ഇനി ഞാൻ ബാക്കി 8 എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ. എന്റെ ഫേവറേറ്റ്, എനിക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഈ മാച്ച് ദ ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പിക്ക് ദ കറക്റ്റ് ആൻസർ, ഇതൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ MCQ ഒക്കെ എനിക്ക് ഹരയായിരുന്നു പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ 9ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായി. നമുക്ക് ഉത്തരം അറിയില്ലെങ്കിലും ചോദിച്ച് എഴുതാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായി. 9ാം ക്ലാസ് മുതലൊന്നും ഞാൻ ചോദിച്ച് എഴുതിയിട്ടില്ല. മനസ്സിലായി. എനിക്ക് വേറൊരു ഓർമ്മ ഉണ്ട്. ഞങ്ങളെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യുണ്ട്, ജോഷുവ സ്റ്റാൻലി. ഇപ്പൊ ചിലപ്പോ നല്ല നിലയിലായിരിക്കും. അടിപൊളി ഒരു നേടായിരുന്നു ഞങ്ങൾ പഠിച്ച ടൈമില്. 4ാം ക്ലാസ്സിലൊക്കെ ആയ ടൈമിലാട്ടെ ഈ ഇൻസിഡന്റ് നടക്കണേ. 4ാം ക്ലാസ്സിലൊക്കെ ആയ ടൈമില് ഇവനോടൊക്കെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് ഇവന് ഒന്നേ പറയും, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാറ്. എന്നിട്ട് എഴുതി കഴിഞ്ഞാല് നേരെ ഇറങ്ങിപ്പോവും. അങ്ങനത്തെ ഇറങ്ങിപ്പോല, അന്ന് ഇറങ്ങിപ്പോല അടക്കൂല. എഴുതി കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യൂല, അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു തരൂല. അങ്ങനത്തെ ഒരു അറഗന്റ് നേടായിരുന്നു കേട്ടോ ജോഷുവ സ്റ്റാൻലി. ഞാൻ നേരെ വിപരീതമായിരുന്നു. അപ്പം ഇവനോടൊന്നും ആരും ചോദിക്കാൻ നിക്കലില്ല ഇങ്ങോട്ട്, കാരണം എല്ലാവർക്കും അറിയാം ഇവനോട് ചോദിച്ചിട്ട് റെപ്യൂട്ടേഷൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സൗദി അറേബ്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഉണ്ട്, SAC എന്ന് പറയും. അതെ, അത് സൗദി ഗവൺമെന്റിന്റെ നിയമമായിരുന്നു ഈ സബ്ജക്ട് സൗദിയിൽ പഠിപ്പിക്കണം. അത് ഫുള്ള് സൗദിന്റെ കിങ്ഡം, അവരുടെ ഹിസ്റ്ററി, അവരുടെ പ്ലേസസ്, കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. അപ്പം ഈ സബ്ജക്റ്റിന്റെ എക്സാം വന്നപ്പോൾ ജോഷുവ സ്റ്റാൻലി എന്നോട്
മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു. ജോഷുവ സ്റ്റാൻലി എന്നോട് എടാ മാച്ച് ദ ഫോളോയിങ് അറിയോ ചോദിച്ചു. ഞാനാണെങ്കിൽ നെന്നൊന്ന് കയ്യെ കിട്ടാൻ കാത്തു കയറും. മറ്റേ മീശമാധവനിലൊക്കെ മറ്റേ പോസ്റ്റ്മാനോട് അറിയില്ല നീ ഒന്ന് ഭൂമിയിലോട്ട് അതേപോലെ ഞാൻ ഇവനെ ഒക്കെ അങ്ങോട്ട് തെറ്റിച്ചങ്ങോട്ട് പറഞ്ഞെടുപ്പേ. ചെക്കന് കേട്ട് പേപ്പറൊക്കെ ആൻസർ ഒക്കെ കറക്റ്റ് ചെയ്ത് വന്ന് പേപ്പർ കിട്ടിയപ്പോ ഇവന് എത്ര 6 മാർക്കറ്റ് അതിൽ പോയിണ്. 6 മാച്ച് ദ ഫോളോയിങ്. എന്നിട്ട് ഇപ്പൊ എന്നോട് വന്നോണ്ട് നീ അല്ലടോ പറഞ്ഞു ഇത് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് അറിയില്ല കേട്ടോ, എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയാണ്. അതായത് ഞാൻ ഓനെ പറ്റിച്ചതാണോ അതോ ഞാൻ പറഞ്ഞത് തെറ്റിയതാണോ എന്നുള്ളൂ എനിക്ക് ഇപ്പോഴും അറിയോ അല്ലയോ എന്നുള്ള അറിയില്ല. ഞാൻ അന്നായിട്ട് എന്നാണ്ട് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ റിവെഞ്ച് എടുക്കണ ചിലപ്പോ അന്നായിരിക്കും. അതിന് ശേഷം ഞാൻ ഒരാളുടെ റിവെഞ്ച് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ 11th 12th പഠിച്ചപ്പോ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടി അങ്ങനെയായിരുന്നു. നല്ല സ്മാർട്ട് ടു ബി ഓണസ്റ്റ്. അതും ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എന്നും പഠിക്കും. ലൈക്ക് ലിറ്ററലി ഈ ടൈം മുതൽ ഈ ടൈം വരെ പഠിക്കും. അവന്റെ വീട്ടില് അവന് യൂട്യൂബ് കാണണമെങ്കിൽ അവന്റെ പേരൻസ് അവൻ കാണുന്ന യൂട്യൂബ് വീഡിയോന്റെ പിന്നിലിരുന്ന് കാണും. അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് പേരൻസും അവനൊക്കെ ആയിരിക്കും ലോഗോ. അല്ല അതുണ്ട് കേട്ടോ. അപ്പം ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏതെങ്കിലും പേരൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അഡ്വൈസാണ്, നിങ്ങളെ മക്കളെ ഭയങ്കര സ്ട്രിക്റ്റും ഭയങ്കര കൺട്രോൾഡും ആയി വളർത്തുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ആ ഒരു കീഴിൽ നിങ്ങളുടെ റൂഫിന്റെ താഴെ നിന്ന് മാറാൻ വെയിറ്റ് ചെയ്ത്. ഇപ്പൊ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു ടൈമിൽ അവരെന്തായാലും നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി വിടേണ്ടി വരും. ആ ഒരു ടൈമിൽ അവരങ്ങട്ട് തെറിക്കും. അതായത് കൂട്ടിലിട്ട ഒരു തത്തനെ പുറത്തിട്ട് എങ്ങനെ ഉണ്ടാകും അതേപോലെ അവർക്ക് ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യും. അവർ മിക്ക ആൾക്കാർ കുറെ പ്രശ്നത്തിലൊക്കെ ചാടുക. കാരണം അവർക്ക് ഇത്ര കാലം കിട്ടാത്ത ആ ഒരു ഫ്രീഡം അങ്ങ് കിട്ടുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർ കുറേ പ്രശ്നങ്ങളിൽ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ചെയ്യേണ്ട സ്ഥലത്ത് ഡിസിപ്ലിൻ ആവുക, ലീനിയൻ്റ് ആകേണ്ടടുത്ത് ലീനിയൻ്റ് ആകുക. കാരണം മക്കൾ നിങ്ങളുടെ അടുത്ത് ഒരു പ്രശ്നം ആയിട്ട് വരുമ്പോൾ നിങ്ങൾ എന്തിനാ നീ ഇത് ചെയ്തേ എന്തിനാ അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ചൂടാവുകയാണെങ്കിൽ പിന്നെ അവരൊരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുകയല്ല ചെയ്യുക, അവർ നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക ചെയ്യുക. സോ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് പേരൻ്റ് ആവണം. അടുത്തത് ഞങ്ങൾ കുറച്ച് മെമ്മറബിൾ ഫീഡ്ബാക്ക് വായിക്കുകയാണ്. അതിൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഹിഷാം CK പറഞ്ഞതാണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് അയച്ചതാണ്. ബ്രോ, നിങ്ങളുടെ പോഡ്കാസ്റ്റ് ഒരു രക്ഷയുമില്ല. ഞാനിപ്പോൾ ഓൺലൈൻ ആയാണ് പഠിക്കുന്നത്. സ്റ്റഡീസ് കഴിഞ്ഞ് ഒരു റിലീഫ് കിട്ടുന്ന നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോഴാണ്. നിങ്ങൾ ബാക്കിയുള്ള മലയാളം പോഡ്കാസ്റ്റിൽ നിന്നും യുണീക്കാക്കി നിർത്തുന്ന എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ പോലെ ഗൂഗിൾ ഇൻഫർമേഷൻ കോപ്പി പേസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല. കൂടുതലും ഫണ്ണായിട്ടുള്ള മെമ്മറീസ് ആണ്. ഞാനൊരു 3 ഇയർ മുമ്പ് പോഡ്കാസ്റ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു, ബട്ട് ഡ്രോപ്പാക്കി. ഇപ്പോൾ നിങ്ങളുടെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ എനിക്കും ഇതുപോലെ ഈ സമ്മർ വെക്കേഷനിൽ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇതാരും പറയാത്തൊരു പോയിന്റ് കേട്ടോ. ഗൂഗിളിലുള്ള ഇൻഫർമേഷൻ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമ്മളുടെ ലൈഫിലെ മെമ്മറീസ്. അതെ, നമ്മള് റിസർച്ച് ഒക്കെ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ മിനിമലായിട്ട് ടോപ്പിക്സ് വരുമ്പോഴാണ് നമ്മൾ റിസർച്ച് ചെയ്ത് പറയാറ്, സോ ദാറ്റ് വി ഡോണ്ട് ഗെറ്റ് ദ ഫാക്ട്സ് റോങ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് നമ്മളെ ലൈഫിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലൈഫിലെ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ ആൾക്കാർക്ക് അവരുടെ ലൈഫിലെ കോപ്പേഡ് സ്റ്റോറീസ് അവരുടെ സ്കൂൾ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരും. നൊസ്റ്റാൾജിയാണ് നമ്മളെ മെയിൻ. നമ്മള് ലെജർ കോമഡി പോഡ്കാസ്റ്റ് അല്ല, നമ്മൾ നൊസ്റ്റാൾജിയ പോഡ്കാസ്റ്റ് ആണ്. അതെ. അടുത്ത ഞങ്ങൾക്ക് വന്നൊരു മെമ്മറബിൾ ഫീഡ്ബാക്ക് എന്നുള്ളത് മൈജോ പറയുന്നു. അതെ, മിജോ അല്ലേ മിജോ വി അബ്രഹാം പറയുന്നു. ഹായ് സമീർ, ഐ എം മിജോ. ഇത് എനിക്ക് പേഴ്സണലി വന്നതാണ്. ഐ എം വർക്കിംഗ് ഇൻ എ വെയർ ഹൗസ് ലൊക്കേറ്റഡ് സെന്റ് മേരീസ്, കാനഡ. അതെ, ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സണലി വന്നതാണ്. Canada, and we are allowed to listen to music during the shift hours. Every day I go to work with something downloaded for listening. For the last few days I'm listening to your podcast 8 hours throughout my shift continuously. I must say this, that you both are really good and entertaining.
It is really a big thing that your podcast grab a listener's attention 8 hours continuously a day without any boredom. You both are really talented in what you're doing. Wish you all success. താങ്ക് യു സോ മച്ച് മിജോ. ഞാനും മിജോന്റെ പോലെ ഒരു വെയർ ഹൗസിൽ പോലത്തെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ മിജോ പറഞ്ഞ പോലെ തന്നെ എനിക്കും മ്യൂസിക് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താക്കും ഇതേപോലെ കുറേ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് മ്യൂസിക്കിന് പകരം ഞാൻ പോഡ്കാസ്റ്റ് ആയിരുന്നു കേട്ടിരുന്നത്. അതിൽ ഞാൻ ഈ ഡേവിഡ് ഡോബ്രിക്കിൻ്റെ പോഡ്കാസ്റ്റ്, ജോ റോഗൻ, വേൾഡ്സ് നമ്പർ 1 പോഡ്കാസ്റ്റായ ജോ റോഗൻ, ഗ്യാരി വി, അങ്ങനെ പല ആൾക്കാരുടെ ആയിരുന്നു കേട്ടിരുന്നത്. അങ്ങനെ കേട്ടിട്ട് ഞാൻ എൻ്റെ മെൻറ്റാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ 8 hours ആയിരുന്നു ഞാനും കേട്ടിരുന്നത്. അപ്പോൾ ഇതൊരു വേറൊരാൾ എൻ്റെ പോഡ്കാസ്റ്റ് അതുപോലെ കേൾക്കുക എന്ന് പറയുമ്പോൾ എനിക്കതൊരു ഫുൾ സർക്കിൾ മൊമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു കാലത്ത് ഞാൻ ഈ മിജോൻ്റെ സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ ഞാൻ ഈ ജോ റോഗൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടത് ആൾക്കാരുടെ സ്ഥാനത്താണ് വരുന്നത് അറിയാം. അപ്പം താങ്ക് യു സോ മച്ച് മിജോ. ഇങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കണം, ഭയങ്കര സന്തോഷം നമുക്കിത് കാണുമ്പോൾ. അതെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു വോയിസ് റെക്കോർഡൊക്കെ ഇങ്ങനെ വന്നിരുന്നു. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചില ഒപ്പീനിയൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ബ്രേവാണ്, യു ഗൈസ് ആർ സ്റ്റാൻഡിങ് ഓൺ യുവർ ഒപ്പീനിയൻസ്. എന്നിട്ട് ആ വോയിസ് നോട്ടിൽ പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് തന്നെ വിളിക്കും, കാരണം നിങ്ങൾ എന്നെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് കേട്ടപ്പോൾ ഞങ്ങൾ അത്രയ്ക്ക് ഇൻഫ്ലുവൻസേഴ്സ്, വി ആർ ജസ്റ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷെ അവർ അങ്ങനെയൊക്കെ വോയിസ് അയച്ചപ്പോൾ ഞങ്ങൾക്കും ഇതേപോലെ ഭയങ്കര റിയലി ഫെൽറ്റ് റിയലി ഗുഡ് അബൌട്ട് ഇറ്റ്. അതെ, അതുപോലെ തന്നെ മാളവിക ഉദയൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ യുവർ കോൺവെർസേഷൻ. വീഡിയോസ് ഇടാത്ത എന്താ ഇപ്പോൾ ഒന്ന്? കാരണം എന്താ അത് ഈ മെസ്സേജ് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ഹൈലൈറ്റ്സ് ചാനലിലാണ് ഈ കമൻറ്റ് വന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു ടോപ്പിക്കല്ല പല ടോപ്പിക്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ ഇൻഡിവിജ്വൽ ടോപ്പിക്സ് ആക്കിയിട്ട് നമ്മൾ ആഫ്റ്റർ അവേഴ്സ് മലയാളീസ് ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇൻഡിവിജ്വൽ ടോപ്പിക്സ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയി നോക്കിയാൽ ആ ക്ലിപ്സ് കാണാൻ പറ്റും. അതുപോലെ സെൻസിബ്ലി സ്ലേയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വാട്ട് എ ചാനൽ ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഫുൾ ഹാർട്ടൊക്കെ തന്നിട്ട് താങ്ക് യു സോ മച്ച്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. ഇവിടെ രാത്രി 9:33 സമയം. ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് രാത്രി. അതെ, ഇപ്പം ഫുൾ ഇങ്ങനെ സമ്മറിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും പറയുന്ന ഒരു 1 to 2 weeks കഴിഞ്ഞാൽ പ്രോപ്പർ സമ്മർ ആവും. സമ്മറായിട്ട് വേണം കുറേ സമ്മർ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി പോഡ്കാസ്റ്റിൽ വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സമീർ റോഷൻ and Zayan Zakir. Peace out. ഓക്കെ. Ha